ഹലോ ഗായ്സ്, ഡബിൾ ഡോക്സി ഗെയിം സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ദ വിച്ച് ക്രൈ. അപ്പോൾ ഗായ്സ്, ഇത് ചെറിയൊരു ഹൊറർ ഗെയിമാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഈ വീഡിയോ കൊണ്ട് തന്നെ ഈ ഗെയിം തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കൊണ്ട് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1K ആണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് അടക്കാം. ഗ്രാഫിക്സ് ഹൈ, ഹാർഡ്, എക്സ്ട്രീം, ഗോസ്റ്റ്, നോർമൽ മോഡ് കളിക്കാം. പിന്നെ ഇപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹൊറർ ഹൗസ് ചാപ്റ്റർ 1. As he did every night, Timmy crawled into bed all ready to sleep. അപ്പം നമ്മളാണ് ടിമ്മി. ഓക്കെ, അപ്പം എല്ലാ അവസ്ഥയും പോലെ നമ്മൾ കട്ടിലിൽ ഉറങ്ങാൻ പോയിരിക്കുകയാണ്. ബട്ട് ജസ്റ്റ് ആസ് ഹി വാസ് അബൌട്ട് ടു ഫാൾ അസ്ലീപ് ദ വിൻഡോ ബേസ്റ്റ് ഓപ്പണിംഗ് മേക്ക് എ ലൗഡ് നോയ്സ്. അപ്പം നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ജനൽ വലിയൊരു ശബ്ദത്തോടെ അടച്ചെന്നല്ല, തുറന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്റ്റാർട്ടഡ് ടിമ്മി റാൻ ആൻഡ് ഹൈഡ് അണ്ടർ ദ ബെഡ്. നമ്മൾ പിന്നെ ഭയങ്കര ധൈര്യശാലിയാണല്ലോ, അതുകൊണ്ട് തന്നെ കട്ടിലടി പൊളിച്ചിരുന്നു. ഇറ്റ്സ് ജസ്റ്റ് ദ വിൻ ഹി തോട്ട്. അത് കാറ്റാണെന്ന് അവൻ വിചാരിച്ച്. പക്ഷെ അത് കാറ്റായിരിക്കുമോ നമുക്ക് നോക്കാം. ആൻഡ് പ്ലക്കിംഗ് അപ്പ് ഹിസ് കറേജ് ഹി ഗ്രാബ്ഡ് ഹിസ് ബിലിയോഡ് സ്ലിംഗ് ഷോട്ട് ആൻഡ് കെയർഫുള്ളി അപ്രോച്ച് ദ വിൻഡോ. പിന്നും ധൈര്യം കയറി വന്ന് നമ്മൾ സ്ലിംഗ് ഷോട്ട് എടുത്തുകൊണ്ട് പോയി. നല്ല സ്ലിംഗ് ഷോട്ടാണല്ലോ. സ്ലിംഗ് ഷോട്ട് എടുത്തുകൊണ്ട് നമ്മൾ ജനലിൻ്റെ അടുത്തേക്ക് പോയി. But just as he was trying to close it, a strange wind blew him out the window. അവൻ ആ ജനൽ അടയ്ക്കാൻ പോയപ്പോൾ ഒരു കാറ്റ് അവനെ തള്ളി താഴെ ഇട്ടു. ഡാർക്ക് സീൻ. Terrified, he began to scream as loud as he could until he was knocked senseless. അപ്പോൾ താഴെ വീണപ്പോൾ അവൻ വലിയ ശബ്ദത്തോടെ കരയാൻ തുടങ്ങി. When he woke up, he thought it had all been a dream. But soon he realized that the cell was not his room. അവൻ താഴെ വീണ് എണീറ്റപ്പോൾ അവൻ വിചാരിച്ചത് സ്വപ്നം മാത്രമാണെന്ന്. പക്ഷേ ഉടനെയാണ് അവൻ തിരിച്ചറിഞ്ഞത് അത് അവൻ്റെ റൂമല്ലായിരുന്നു, ആ സെല്ല്. വേർ വാസ് ഹി? ഹൗ ഹാഡ് ഹി ഗോട്ടൻ ദെയർ? ഹു അൺലോക്ക്ഡ് ഹിം അപ്പ് ആൻഡ് വൈ? അവൻ എവിടെയായിരുന്നു? ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാണ്? ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിത്തൗട്ട് ഫൈൻഡിങ് എൻ ആൻസർ ഹി ബിഗാൻ ടു ക്രൈ അൺകൺട്രോളബിളി. എല്ലാവരും അങ്ങനെയാണ്. ഇങ്ങനൊരു പെട്ടെന്നൊരു സ്ഥലത്ത് വന്നപ്പോൾ അവൻ വിഷമം താങ്ങാൻ പറ്റാതെ അവൻ കരയാൻ തുടങ്ങി. But at that moment something on his waist attracted his attention. അപ്പോഴാണ് അവൻ എന്തോ അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്തത്. ഇറ്റ് വാസ് ഹിസ് ഇൻസെപ്പറേറ്റബിൾ സ്ലിംഗ് ഷോട്ട്. അതവൻ്റെ സ്ലിംഗ് ഷോട്ടായിരുന്നു. അതും കൊണ്ടല്ലേ താഴെ വീണത്. Then he grabbed it tightly, wiped away his tears and stood up ready to find a home. എന്നാൽ അതെടുത്ത് അവൻ കണ്ണീരൊക്കെ തുടച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓക്കെ ഗൈസ്, നമ്മൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതൊരു വിച്ചിൻ്റെ എന്തോ ഗെയിമാണ്. അപ്പോൾ ഇതിൽ വിച്ച് കാണാൻ സാധ്യതയുണ്ട്. ഇതിലെ മെയിൻ ക്യാരക്ടർ ഒരു വിച്ചാണ്. വിച്ച് മീൻസ് വിച്ചിൻ്റെ മീനിങ് എന്തായിരുന്നു? മാന്ത്രികയല്ലല്ലോ, മന്ത്രവാദിനി. യെസ്. ഇതിലെ കൂടെ ഒരു പിങ്ക് പുക പോകണുണ്ട്. ഈ പുകയാണോ നമ്മളെ തലയ്ക്ക് തടയിട്ടെന്ന് പറഞ്ഞ്. ഇവിടെ എന്തൊരു സാധനമുണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ സ്ലിംഗ് ഷോട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇതിനൊരു താക്കോൽ വേണം. അവിടെ ഇരിക്കുന്ന താക്കോൽ. പക്ഷെ ഇത് നമുക്ക് ഇവിടെ നിന്ന് എത്തുന്നില്ലല്ലോ. എന്ത് ചെയ്യും? നമുക്ക് സ്ലിംഗ് ഷോട്ട് കൂടെ അടിച്ചിടാൻ പറ്റുമോ? ഇനി ട്രൈ ചെയ്ത് നോക്കാം. യെസ് ഗായ്സ്, അപ്പോൾ അത് തന്നെയാണ്. നമുക്ക് സ്ലിംഗ് ഷോട്ട് കൊണ്ട് അടിച്ചിടാം. എടുത്തിട്ട് ഇത് വെച്ച് തുറക്കാൻ പറ്റും. യെസ് ഗായ്സ്. ഇപ്പോൾ ഈ താക്കോൽ പൂട്ട് താഴെ വീണ സ്ഥിതിക്ക് വിച്ചമ്മച്ചി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നു. പ്രാർത്ഥനാശീലിയാണെന്ന് തോന്നുന്നു അമ്മച്ചി. അവിടെ ഒരു പെട്ടി, ഒരു കൈ. ഇവിടെ എന്തോ ഹൈഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഓക്കെ. അവിടെ ഒരു കേജ്. ഇവിടെ നിന്നും വെട്ടം പോണ്, അവിടെ നിന്ന് പുക വരുന്നു. ഓക്കെ. ഇങ്ങോട്ട് വിളിച്ചാ ഹൈഫൈ അങ്ങോട്ടില്ലണോ? ഡോണ്ട് വേണ്ടേ? ഈ പെട്ടി തുറക്കാൻ പറ്റും? ഓപ്പൺ. പെട്ടി തുറക്കാൻ പോയപ്പോൾ കവാലത്തിന് അടിച്ചിട്ട് പറയണു വേണ്ടെന്ന്. ഹൈഫൈ എടുത്താൽ തുറന്നു തരും.
ഓഫ് ഇല്ല ഗൈസ്. അപ്പം അതിലെന്തോ ഇതുണ്ട്. ഞാൻ ഈ കളിയുടെ ജസ്റ്റ് മോഡലൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് താഴേക്കൊക്കെ പോയി നോക്കാം. ഓക്കെ. നമുക്കിപ്പോൾ ഇവിടെയൊക്കെ കയറി ഒളിച്ചിരിക്കാൻ പറ്റും നമ്മൾ വിച്ചമ്മച്ചി വരുമ്പോൾ. അവിടെ ഒരു മൂക്ക്. അമ്മച്ചിയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്മെല്ല് ചെയ്ത് നടക്കുന്നൊരു ശബ്ദം. ഇവിടെ എന്തെങ്കിലും ഉണ്ട്. ഗൈസ്, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തെ മാർക്കിങ്സ് ഒക്കെ നമുക്ക് തരുന്ന ക്ലൂ ആണ്. നമ്മൾ അത് ഫോളോ ചെയ്ത് പോകണമെന്നാണ് തോന്നുന്നത്. ഇവിടേക്ക് കസേരയൊക്കെ ഇട്ട് അമ്മച്ചിക്ക് ചായ കുടിക്കാനുള്ള സ്ഥലമാണ്. കസേരയൊക്കെ ഇട്ട് ഡയറി ഏതാണെന്നും കേട്ടോണ്ടിരിക്കാൻ വയ്യ നമുക്ക്. അത് വാങ്ങിപ്പോയി. ഇത് ക്ലോക്ക്. ഇത് നിറയെ പസിൽ നിറഞ്ഞൊരു ഗെയിമാണ് ഈ ഗെയിം. ഫുൾ പസിൽസാണ് ഇതിൽ. പക്ഷേ ഇതിൽ സമയമല്ല ശരിയാക്കണം. പക്ഷെ ഇതിൽ ഒരു സൂചിയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെയൊക്കെ കണ്ടേ നമുക്ക് ക്ലൂ തന്നേക്കുന്ന മാർക്കിങ്സ്. ഇതേ അങ്ങോട്ടും ഉണ്ട്. ഇങ്ങോട്ടും. ഇവിടെ കണ്ട അവിടെ ഇവിടെ നിന്ന് വന്ന് ഇതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റും. ഇരുന്ന് ചാടിയോ എല്ലാം ചെയ്താൽ പോകാൻ പറ്റും എൻ്റെ അകത്ത്. ഇല്ല ഗൈസ്, നമുക്ക് ഈ ഡോർ നോക്കാം. അമ്മച്ചിയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അവിടെ ഒരുത്തിൻ്റെ കാല്. ആരെയോ മെകളെ മൂക്കുണ്ട്. ഇവിടെ കാല്. ഇതെന്താ സാധനം? റൂണോ? റൂൺ നമ്മുടെ അടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ തുറക്കാൻ പറ്റും? ഇല്ല ഗൈസ്, ഇല്ല, ഒന്നും തുറക്കാൻ പറ്റത്തില്ല. പ്ലേ. അതൊരു ശബ്ദം ഉണ്ടാകുന്ന സൗണ്ട്. ഇങ്ങോട്ട് പോയി നോക്കാം. അതെന്ന് തോന്നി ഇവിടെ ഒരാളുടെ തലയല്ലേ അത്? എനിക്ക് തോന്നുന്നത് ഇയാളുടെ കാലാണിത്. അത് തന്നെ ഗൈസ്. അയാളുടെ വായിലെന്തോ ഒരു കൈയാണ് ഇരിക്കുന്നത്. സ്റ്റാച്ചു ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ അല്ല ഗൈസ്, ഇതൊരു സ്റ്റാച്ചു അല്ല. നമ്മൾ എങ്ങോട്ട് പോയാലും ഇയാൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇയാളെന്താണ് എങ്ങോട്ട് വരെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അയാളുടെ വായിലൊരു കൈ ഇരിപ്പുണ്ട്. കൈ ഇങ്ങോട്ട് ചൂണ്ടിക്കൊണ്ടു. അല്ലല്ലോ, ഇനി മേ ബി ഇതാണ് അവളെ വിച്ച്. അപ്പോൾ അമ്മച്ചി സോക്സ് ഒക്കെ ഇട്ട് കോട്ട് സൂട്ടിട്ട് എവിടെ പോകുന്നു? ഓടിക്കൊടുക്കും. എൻ്റെ മുന്നേ ഇത്ര സ്പീഡുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അയാളുടെ വായിലിരിക്കുന്ന കൈ നമ്മളെടുത്ത് കൈ ഉണ്ടല്ലേ, അവിടെ വല്ലതും മേ ബി കൊണ്ടുവയ്ക്കണമായിരിക്കും. ഈ കൈയുടെ ഇവിടെ കൊണ്ടുവയ്ക്കണമായിരിക്കും. മേ ബി അത് വയ്ക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അമ്മച്ചി ഇവിടെ എവിടെ ഉണ്ടാകും. താഴെ പോയി നോക്കാൻ പതുക്കെ. ചിലപ്പോൾ അമ്മച്ചി പോയി കാണണം. പതുക്കെ പോയി അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഒരു ഡോർ വരുന്നവരുണ്ട്. ഇവിടെ വല്ലതുണ്ട് പ്ലീസ്. അപ്പം അവിടെ നമുക്ക് എന്തോ വയ്ക്കാനുണ്ട്. ഇതാരാണ്? അമ്മച്ചിയുടെ മോനാണ് നമ്മൾ വിച്ചമ്മച്ചി. ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് കയറി ഒളിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ടേക്കാം. എങ്ങാനും അമ്മച്ചി എന്നാൽ പണി കിട്ടും. ഇതൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഇത് ബാത്തിട്ടപ്പോൾ പക്ഷെ പൈപ്പ് ലൈനൊന്നും പോയിട്ടില്ലല്ലോ വെള്ളം ഒഴിച്ച് കുളിക്കാൻ. ഇവിടെ എന്തോ കിടക്കും. സോക്സ്. അപ്പം അമ്മച്ചി എന്തായാലും വരും, ഇങ്ങോട്ട് വരും. ഞാനിപ്പോൾ താഴെയിട്ട് ശബ്ദം കേട്ടു ഗൈസ്. നമ്മൾ മെകളിൽ മൂക്ക് കണ്ടില്ലായിരുന്നോ? അതും ഇങ്ങനെ സ്മെല്ല് ചെയ്യും. ഈ സോക്സിന് നല്ല നാറ്റമുണ്ട്. ഇനി മേ ബി സോക്സ് ആ മൂക്കിലെല്ലാം കൊണ്ടിടണം. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം പ്ലീസ്. യെസ് ഗൈസ്, അത് തന്നെ. ഇനി മിക്കവാറും ഇത് ഡോറ്. ആ ഡോറ് തുറന്നു ഗൈസ്. ഓഫ് മൈ ഗോഡ്. ഇവിടെയൊക്കെ നോക്കാം. ഇവിടെയൊക്കെ വല്ലതും ഉണ്ടോ? ഇതെവിടെ പുട്ടോ? ഇത് മിക്കവാറും പൊട്ടിക്കേണ്ടി വല്ലതും വരും. എല്ലായിടവും നല്ലപോലെ നോക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്സായിപ്പോകും. മേഘലോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ എന്തിനാണ് വല്ലതും ഉണ്ടോ?
ഈ അമ്മച്ചിക്ക് വൃത്തിയൊന്നുമില്ല, ജനലൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നു. ഇതിനു മുമ്പ് വല്ല കൊച്ചുങ്ങളെ ഇതൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടോ? ഇല്ല, പേപ്പറൊക്കെ കയറിയിരിക്കുന്നു. ഇത് ഒരു പേപ്പർ. ഇതെന്താ? ഇത് നമ്മളെ കയ്യിലിരുന്ന ആ റൂണല്ലേ? അതിൽ 2 റൂണുണ്ടോ? അപ്പോൾ ഒരു റൂൺ എടുക്കുക, ഒരു സ്ഥലത്ത് എറിയുക, മറ്റേ റൂം കയ്യിലെടുക്കുക, പിന്നെ മുകളിലോട്ട് താഴോട്ട് ആരോ ചെയ്യണം. ഓ, ടെലിപ്പോർട്ട് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു ഗൈസ്. ഓ, നമ്മൾ എറിഞ്ഞില്ലേ, എന്നിട്ട് മറ്റേ റൂൺ എടുത്ത് നമ്മൾ ഷെയ്ക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം റൂൺ എറിഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ എത്തും മിക്കവാറും. മേ ബി നമ്മൾ താഴെ ഒരു ഗ്രില്ല് കണ്ടില്ലായിരുന്നോ? അതിൻ്റെ അകത്ത് കുറേ ഇതെനക്ക് നമുക്ക് ഇതെനക്കത്തെ ക്ലൂ നമുക്ക് കിട്ടില്ലായിരുന്നു. ഇനി അവിടെ വല്ലതും ഈ റൂൺ കൊണ്ടിടണം. പക്ഷെ നമുക്ക് ഒരു റൂണേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ഒരു സ്നേക്ക്, അതിൻ്റെ കയ്യിലെന്തോ ഇരിക്കുന്നുണ്ട്. അത് പരന്നെന്തോ സാധനം. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ നമ്മൾ ഒരു റൂണും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോവാം. ഇനി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട്. ഓ, ഞാൻ പേടിച്ചു. കേജിൻ്റെ ഒരു എന്തിനാണ് അപ്പോൾ അവൻ മുകളിൽ വരാൻ സാധ്യതയുണ്ട്. കളർഫുൾ സോക്സ് കിട്ടി. അമ്മച്ചി പുറകെ ഉണ്ട്. കണ്ടപ്പോഴും ഓടിക്കോ. പിടിത്തരില്ല അമ്മച്ചി, പിടിത്തരില്ല. ഇവിടെ നമ്മൾ വന്നില്ല. ഇതെന്തോ ഫോർക്കാണ്. ഇത് വെച്ചെന്താണ് കളി? ബേസ്മെന്റ്. നല്ലുണ്ട്. ക്രോബാർ. ഓ, ഇവിടെ ഒരു റൂണും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് 2 റൂണായി. ഒരു റൂൺ മുകളിൽ നമ്മൾ അമ്മച്ചിയുടെ റൂമിൽ സോക്സ് കിടന്ന ആ സ്ഥലത്തും ഉണ്ട്, ഇവിടെയുണ്ട്. ഈ ഫോർക്ക് എന്തിനാണ്? എനിക്ക് തോന്നുന്നു ഈ അമ്മച്ചി അവിടെ ഇപ്പോൾ ഉണ്ട് മുകളിൽ. എനിക്ക് തോന്നുന്നു ഈ ഫോർക്ക് നമ്മൾ മുകളിൽ ഒരു ക്ലോക്ക് കണ്ടില്ലായിരുന്നു? അതിലെ ഒരു ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ സാധനം? ഇവിടെ റൂണ്. അത് മുകളിൽ മറ്റേ പാമ്പിൻ്റെ ഇരുന്ന് നമുക്കത് പരന്ന റൂൺ. മേ ബി ക്ലോക്കിൻ്റെ കൂടെ വയ്ക്കാനാണ് ഈ സൂചി. യെസ് ഗൈസ്, അത് തന്നെ. ഇത് സമയം ശരിയാക്കാൻ നമുക്ക് ചുമ്മാ വച്ച് നോക്കിയാൽ. ഇത് സമയം വയ്ക്കണമല്ലോ. നമുക്കിപ്പോൾ എന്തായാലും ആ റൂൺ എടുക്കാം. ഇവിടെ ഒരു റൂണുണ്ട്. ഇത് പരന്ന ഒരു സാധനമാണ്. പരന്ന ഒരു റൂൺ. എന്താണ്ട് അമ്മച്ചി. ഓഹ്, ഭയങ്കര ലുക്ക് തന്നെ. ഇവിടെ വല്ല പിടിക്കോ? ഇത് തരില്ല അമ്മച്ചി, ഇത് തരില്ല. അവിടെ ഇങ്ങോട്ട് റണ്ണാവയാ. ഇവിടം വരെ വരും. ഇതാ പൊന്നെ, അമ്മച്ചി ടെററാണ്. ഇടി തരില്ല അമ്മച്ചി. വട്ടം വട്ടം നാരങ്ങ കൊത്തി കൊത്തി തിന്നാലോ. ഓടിക്കോ ഗൈസ്, ഓടിക്കോ. നമ്മൾ താഴെ ഒരു ഡോർ കണ്ടില്ലായിരുന്നു? അവിടെ ഞാൻ ഞെക്കിയപ്പോൾ എന്തോ ഒരു ലൈറ്റ് കണക്ക് വന്നായിരുന്നു, ഒരു പിക്ചർ. അതിൽ ഈ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് ഞാൻ ഇവിടെ ഞെക്കിയപ്പോൾ ഇതിൽ ഈ മൂന്നാമതിരിക്കുന്ന സാധനം അത് ഞാനവിടെ വെച്ചു. ആ സാധനം ഞാൻ അവിടെ വെച്ചു. അയ്യോ, ജസ്റ്റ് മിസ്. അമ്മച്ചി ഇപ്പോൾ പിടിക്കണം. ഓടിയോ. നമ്മൾ താഴെ ബേസ്മെന്റിൽ അവിടെ പോയി വിളിക്കാം. അമ്മച്ചി പോകുന്നത് നമുക്ക് അവിടെ വിളിക്കാം. അമ്മച്ചിയുടെ കഴുത്തിൽ ഒരു റൂണല്ലേ കിടന്നത്? ഈ പരന്ന ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൂൺ എടുത്ത് മേഘല നമ്മൾ ആ കേജ് കണ്ടില്ലേ? കേജല്ല, ആ ഒരു ഗ്രില്ല് അവിടെ കൊണ്ടിടാം. ഡോറ് തുറന്ന് അമ്മച്ചിയുടെ കാണും. അമ്മച്ചില്ല.
പിന്നെ ഒരു റൂം ഇവിടെ ഈ അമ്മച്ചിയുടെ റൂമിലും കിടപ്പുണ്ട്. നമുക്കിതിലേക്ക് പോകേണ്ടത് ഇവിടെ ഇട്ട് നോക്കാം. താഴെ പോകും. ആ റൂം താഴെ പോകും. അപ്പോൾ നമ്മൾ മറ്റേ അടുത്ത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ അമ്മച്ചി നമ്മൾ ഫ്രൈ റോസ്റ്റ് അയക്കാണ്. മാക്സിമം നമുക്ക് ഈ വീഡിയോ കൊണ്ട് തന്നെ ഇത് തീർക്കാൻ നോക്കാം. നമുക്ക് കുറേ അപ്പോൾ മേ ബി നമ്മൾ ഈ റൂം എടുത്ത് കുടിക്കാൻ അവിടെ ടെലിപ്പോർട്ടാവും. ആ ഗ്രില്ല് മറ്റേ റൂം ഗൈസ്. ഓക്കെ ഇവിടെ എന്തോ കിടപ്പുണ്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഇവിടെ എന്താ പേപ്പർ? ഇതാ ഒരു വടി, ക്ലൂ എല്ലാം ഉപയോഗിക്കും. ഓ ഗൈസ്, ഞാൻ ക്ലൂ എടുത്തപ്പോൾ അതിൽ എഴുതി കാണിക്കുന്നു, പിക്കപ്പ് ദ മാജിക് വാൻഡോ എയിംസ് അറ്റ് എ സ്നേക്ക്. ഓ, നമ്മൾ മുകളിൽ ഒരു റൂണും പിടിച്ചോണ്ടിരിക്കുന്നു, മറ്റേ പരന്ന റൂൺ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു സ്നേക്കിനെ കണ്ടില്ലായിരുന്നോ? അതിൻ്റെ അങ്ങോട്ട് കാണിച്ചിട്ട് യൂസ് ദ വാൻഡ് ആൻഡ് മൂവ് ഇറ്റ് ആസ് ഷോൺ ഇൻ ദ ഡ്രോയിങ്. ഓ, ആ വാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കണം. മാജിക് ടു കയറോ? ഓ ഗൈസ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പാമ്പിനെ ഇങ്ങനെ വരച്ച് കാണിക്കും, ഇതുപോലെ വരച്ച് കാണിക്കുമ്പോൾ ആ പാമ്പ് ഒരു കയറായി മാറുമെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റൂൺ തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ തന്നെ ഇട്ടേക്കാം. നമ്മൾ വേറൊരു റൂണില്ലായിരുന്നു, ഈ റൂൺ നമുക്ക് കയ്യിലെടുക്കാം. അങ്ങനെ അമ്മച്ചി വരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടെലിപ്പോർട്ട് ആവാൻ. ഇവിടെ എന്തോ കെട്ടിട്ട് ഡയറി ഇത് വായിക്കാം. ഓപ്പൺ സ്ഥലത്ത് നമുക്ക് ആ റൂൺ എടുത്ത് കൈ പിടിച്ചേക്കാം. ഓ ഇല്ല, ബേസ്മെന്റ്. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് ഈ റൂൺ എന്തായാലും ഇവിടെ ഇട്ടേക്കാം. നമുക്ക് താഴെ പോയി ക്രോബാർ എടുത്തിട്ട് വരാം. ബേസ്മെന്റിൽ പോയി ക്രോബാർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. മുകളിൽ ആ സ്ഥാനം തുറക്കാം. നമുക്ക് എന്തായാലും ക്രോബാർ ശ്രദ്ധിച്ച് പോകണം. താഴെ ഒരു സെക്കൻഡ് ഞെട്ടി. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്, ആ സ്ഥലം എവിടെ ഞാൻ മറന്നുപോയി. ആ നമുക്ക് ഇവിടം വരെ വരും. ഓടിക്കോ. ഈ ക്രോബാർ വെച്ചാൽ അതിനുമുമ്പ് റിസ്ക് പരിപാടി. അമ്മച്ചി ഇങ്ങോട്ട് വരുമോ? അമ്മച്ചി അങ്ങോട്ട്. അമ്മച്ചി ഇവിടെ നിന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. കഴുത്തിലെന്തോ കിടപ്പുണ്ട് അമ്മച്ചിയുടെ. അമ്മച്ചിയുടെ കഴുത്തിൽ ആ റൂണാണ്, ആ വിച്ചിൻ്റെ കയ്യിൽ. നമുക്ക് ഇത് തുറക്കാന്നല്ല. ഓ, ഈ ശബ്ദം കേട്ടി എന്തായാലും ഇപ്പം അമ്മച്ചി വരും. ഡോർ അടയ്ക്കാൻ പറ്റത്തില്ല. ഡോർ ഇങ്ങനെയുണ്ട്. ക്ലോക്ക് കാക്ക ഇല്ല. സമയം. ഓ, ഈ സമയം നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ സമയം. ഓക്കെ, ഈ സമയം നമ്മൾ സെറ്റ് ചെയ്യണം. 3. ഓക്കെ, ബാക്കിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതും കൊണ്ട് പോവാം. ആ ഡയറി പേജ് ഞാൻ നോക്കിയിരുന്നു. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ അമ്മച്ചിയുടെ റൂമിലെത്തും. ശ്രദ്ധിച്ചാലും ഗൈസ്, നമ്മൾ അമ്മച്ചിയുടെ റൂമിലെത്തി. ഇയാളെന്താണ് എവിടെ പോയാലും നമ്മളെ മണ്ടയ്ക്കോട്ട് വയ്ക്കുന്ന സമയത്ത് കാക്ക വന്നു ഗൈസ്. ഫെദർ
ഫെദറും കൊണ്ട് എന്താണ് പരിപാടി? ഇയാൾ എന്തോന്നാ? മേ ബി ഇയാളുടെ കാലിൽ നമ്മൾ കൈ കൊണ്ടിരിക്കുന്ന ഇതുകൊണ്ട് ഒരു പ്ലേ ചെയ്യണം. യെസ് ഗായ്സ്, അത് തന്നെ. ഇയാൾ ഈ കിടന്ന് അലറുന്ന ശബ്ദം കേട്ട് എന്തായാലും വിച്ചിപ്പ് ഇങ്ങോട്ട് വരും. പെട്ടെന്ന് മോനെ, എനിക്ക് തോന്നുന്നു അയാളെ കൈ താഴെ ഇട്ട് താഴെ വയ്ക്കണ്ടിരിക്കും. അയാൾക്ക് പിടിച്ചില്ല നമ്മൾ കൈ എടുത്തത്. ഇനിയിപ്പോൾ എന്തായാലും അമ്മച്ചി വരും. അമ്മച്ചി വരുന്നതിനെക്കാട്ടി മുമ്പ് നമുക്ക് മുകളിൽ ചെന്ന് ഈ കൈ ഇങ്ങോട്ട് കൊടുക്കാം. കൈ വച്ച് നോക്കാം, അതല്ലെങ്കിൽ തേഞ്ഞ്. ഫാസ്റ്റ് ഫാസ്റ്റ്. ഇവിടെ ആ ബോക്സ് എവിടെ? ആ, ഇതെല്ലാം കൊടുത്താൽ തുറന്നു വല്ലതും തരും. അടുത്തോട്ടില്ലാണോ? വിൻസ്. ഓ, ഡിസ്ക്. യെസ് ഗൈസ്, യെസ്, ഡിസ്ക്. നമ്മളെ താഴത്തെ അമ്മച്ചിയുടെ റൂമിൽ വയ്ക്കാനുള്ള ആ ഒരു കോളം, എൻ്റെ പേരെന്താണെന്ന് എനിക്കാനുള്ള അതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ഡിസ്ക്. അല്ലേ അമ്മച്ചി? അമ്മച്ചിയോട് എന്താണ് ചെയ്യണം? എന്തായാലും അമ്മച്ചിനെ വിളിക്കണം. അമ്മച്ചീനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് വെട്ടിക്കണം. എന്നിട്ട് നമുക്ക് പോകാൻ പറ്റും. ചൂച്ചു, അമ്മച്ചി, 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 അമ്മച്ചി വരാൻ സാധ്യതയില്ല. അമ്മച്ചിക്ക് ചെവിയായിട്ട് കൊടുന്നു. ഓ ഗായ്സ്, റിസ്ക്കാണ്. നമുക്കിതിൻ്റെ അകത്ത് പാട്ട് വെച്ച് നോക്കാം. നമുക്ക് ഇവിടെ കയറി വിളിച്ചിരിക്കാം. പാട്ട് പ്ലേ ആകുമ്പോൾ എന്തായാലും ശബ്ദം കേൾക്കും. ഞാൻ പ്ലേ ചെയ്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. പ്ലീസ്. ഓ, ഈ ശബ്ദം കേട്ട് എന്തായാലും പാട്ടിൻ്റെ ശബ്ദം കേട്ട് ഞാൻ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മച്ചോട് കരയുകയാണ്. പതുക്കെ നൈസായിട്ട് പോവാം. അമ്മച്ചിയുടെ കയ്യിലെന്തോ ഇതാണ് നമ്മൾ അതിൽ കണ്ട മാജിക് ബാൻഡ്. ഇല്ല, പാമ്പിന്റെ ഫ്രണ്ടിൽ ചെന്ന് വരയ്ക്കാൻ പറഞ്ഞ ഗൈസ്, ഇത് തന്നെ അത്. ഇതാണത്, അതാണിത്. നമുക്ക് ഓടിച്ചെന്ന് ഇതെടുക്കാം. ഓ, നമ്മൾ ചെയ്തോ. എങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു? ഇങ്ങനെ കയറായി ഗൈസ്. ഇതെടുക്കാം. റൂം, ഈ റൂം നമുക്ക് മറ്റേ ഡോറില്ലേ, എക്സിറ്റ്, നമ്മൾ എക്സിറ്റിലുള്ള ഡോർ, ആ ഡോറിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 റൂം വെച്ചു. പിന്നെ ഗൈസ്, ഒരു റൂം ആ ഷെൽഫിൽ അവിടെ ഇരിപ്പുണ്ട്. ആ ഷെൽഫിൻ്റെ അവിടെ ഒരു റൂം ഇരിപ്പുണ്ട്. അതും കൂടെ കൊണ്ടുവച്ച് നമ്മൾ എസ്കേപ്പ് ആവും. മേ ബി എസ്കേപ്പ് ആവും. നമ്മൾ ഈ ഓർഡർ വയ്ക്കണം. ആദ്യത്തൊക്കെ ഇത്, രണ്ടാമത്, ഇനി ഒരെണ്ണം കൂടെ. അതാ മുകളിൽ നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു, ആ ഷെൽഫിൻ്റെ അവിടെ. ഈ സമയത്ത് അമ്മച്ചി ഒന്ന് നമ്മളെ പൊക്കാതിരുന്നാൽ മതി. ഇവിടെ ഇല്ലേ? മേ ബി നമ്മൾ ആ റൂണാണെന്ന് തോന്നുന്നു ഗൈസ് അവിടെ വച്ചത്. ഒരു റൂൺ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇതപ്പം ഓക്കെ ഗൈസ്. അമ്മച്ചി 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 മുട്ട സീനാണ്. ഇല്ലെങ്കിൽ നമുക്ക് ബേസ്മെന്റിൽ പോയി നോക്കണം. പക്ഷെ നമ്മൾ ഇവിടെയാണ് റൂം കണ്ടത്. പക്ഷെ അതിപ്പോൾ ഇവിടെ ഇല്ല. അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ബേസ്മെന്റിൽ പോയിട്ട് അവിടെ നോക്കാം. ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ മറ്റേ റൂൺ അവിടെ കിടപ്പില്ല, മറ്റേ റൗണ്ട് ഷേപ്പിലുള്ള റൂം. ആ റൂൺ വെച്ച് നമുക്ക് ടെലിപ്പോർട്ട് ആയിട്ടില്ല അതിൻ്റെ അകത്തോട്ട് പോവാം. ഇതേ കിടക്കും നമ്മൾ റൂം വെച്ച് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്ത്. ഇവിടെ എന്താ ബോൺ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ വല്ലതും, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഒരു റൂം നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഗൈസ്? ഒരു റൂം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അമ്മച്ചിയുടെ കഴുത്തിൽ കണ്ടോ?
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു റൂം ഇത് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ എടുക്കും? ഞാൻ നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കൈ അമ്മച്ചി നമുക്ക് അമ്മച്ചി ഷോക്ക് എടുപ്പിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ വായിക്കണം. കുടിക്കോ അമ്മച്ചിയുടെ കാര്യം എങ്ങനെയാണ്? ഷെറ്റ് നമ്മൾ ഔട്ട് ചെയ്യാൻ തോന്നുന്നു ഗൈസ്. അമ്മച്ചി പിടിച്ച് അമ്മച്ചി. ഓ ഗൈസ്, ഓ ഇനി 2 ലൈഫുണ്ട് നമുക്ക്. നമ്മൾ എവിടെയോ എന്തോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അത് തപ്പണം. എന്തോ നമ്മൾ എവിടെയോ മിസ് ചെയ്തിട്ടുണ്ട്. ഓ ഷെറ്റ്, അവിടെ താക്കോലില്ല. അപ്പോൾ നമ്മൾ ഒന്നേന്നും പറഞ്ഞ് ഊരണം. വേണ്ട വേണ്ട, നമ്മളിവിടെ എവിടെയോ എന്തോ മറന്നിട്ടുണ്ട്. ഇവിടെ വല്ലതും എന്തെങ്കിലും ഉണ്ട്? ഡയറി പേജ്. പേജ് വേണ്ട നമുക്ക്. കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മൾ എവിടെയോ ഏതോ സ്ഥലത്ത് എന്തോ എടുക്കാം. നമുക്ക് ആദ്യം മുതലേ ഒന്നേന്ന് പറഞ്ഞ എല്ലായിടം നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്കിവിടെ വല്ലോ സാധനം എടുക്കാനോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട്. ഇവിടെ എന്താണ് ഡയറി പേജൊക്കെ വായിക്കാൻ വെച്ചാണെങ്കിൽ 2 മണിക്കൂർ. അയ്യോ അമ്മച്ചി, അമ്മച്ചിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്തോ ഇപ്പം. നമുക്ക് അമ്മച്ചീനെ നമുക്ക് കയറാക്കാൻ പറ്റുമോ? അമ്മച്ചീനെ കയറാക്കാൻ പറ്റില്ല. നമ്മൾ എവിടെയോ എന്തോ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മൾ എടുക്കാതെ വല്ലതും പോയി കാണും. കണ്ടില്ല വല്ല പേപ്പറോ വല്ല എഴുതിയേക്കുന്നതോ അങ്ങനെയാണ്. ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ട്. ഗോ അപ്പ. ഓ ഇവിടെ ഒരു പേപ്പർ. എന്താ? ഓ അമ്മച്ചിയുടെ വാൻഡ്. ഇത് വെച്ച് അമ്മച്ചിയുടെ ഇത് അമ്മച്ചിയല്ലേ? അമ്മച്ചിയുടെ നേരെ ഇങ്ങനെ കാണിക്കണം. ഓ അപ്പം മിന്നൽ പോവും. ഓക്കെ ഗൈസ് സെറ്റ്. അപ്പോൾ അമ്മച്ചിക്ക് തന്നെ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ അമ്മച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന വാൻഡ് എടുക്കണം. ഇവിടെ അമ്മച്ചി അമ്മച്ചി വിച്ച് ടെററാണ്. ആവശ്യമില്ലാത്ത സമയത്ത് എല്ലാം ഫ്രണ്ടിൽ കയറി എന്നോണം. ആവശ്യമുള്ളപ്പോൾ ഏരിയയിലേ കാണൂല. നമുക്കത് മുകളിൽ പോയിട്ട് ചെയ്യാം. അമ്മച്ചി പിടിച്ചു ഗായ്സ്. ലാസ്റ്റ് ഡേ നമ്മളിപ്പോൾ മാന്ത്രിക തണ്ടി ഇരിപ്പുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും അമ്മച്ചിയുടെ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അത് എടുക്കണം. ആ അമ്മച്ചിയുടെ കഴുത്തിൽ കിടക്കണമല്ലോ. അപ്പോൾ നേരത്തെ പോലെ ഇത് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റും. ഇല്ല ഇവിടെ താക്കോലൊന്നും ഇല്ലല്ലോ. ഇത് പിന്നാൻ വല്ലാൻ പറ്റും. ഓ അതിൻ്റെ അടിയിൽ എന്താ ഫയലോ സ്കെയിലായി. ഓ ഇത് വെച്ചിത് കട്ട് ചെയ്യണം നമ്മൾ. ഇനി വാ അമ്മച്ചീനെ ഞാനിപ്പോൾ ശരിയാക്കി തരാം. എവിടെ സൂക്ഷിച്ചു പോകണം. ഉദോഹിക്കുന്നു അമ്മച്ചി എവിടെ ഉണ്ട്? അമ്മയ്ക്ക് ഷോക്ക്. ഓ അമ്മച്ചി റൂൺ അവിടെ ഒളിപ്പിച്ചേക്കാനാണ് പോയത് തോന്നുന്നു ഗൈസ്. ഫൈനലി നമ്മൾ ഇത് വെച്ച് എസ്കേപ്പ് ആവുമെന്നാണ് തോന്നുന്നത് ഗൈസ്. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ
അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുന്നു. യെസ്, ഫൈനലി ടിമ്മി മാനേജ് ടു ഓപ്പൺ ദ ഡോർ ആൻഡ് ഗോട്ട് ഔട്ട് ഓഫ് ദാറ്റ് ഹൗസ്. വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട് ഹി ബിഗൻ ടു റൺ ഇൻ ടു ദ ഫോറസ്റ്റ്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ടിമ്മി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ അവൻ കാട്ടിലെത്തിയപ്പോൾ ഹി റാൻ അൺടിൽ ഹിസ് ലെഗ്സ് കുഡ്ന്റ് ടേക്ക് ഇറ്റ് എനിമോർ ആൻഡ് ദെൻ ഹേർഡ് എ വോയിസ്. അവന് ഓടാൻ കഴിയാതാവുന്നത് വരെ അവൻ ഓടി. അപ്പോഴാണ് അവന് ശബ്ദം കേട്ടത്. ഹേ യു. ടിമ്മി ടേൺഡ് അറൗണ്ട് വെരി ഫ്രൈറ്റൻഡ് ആൻഡ് സോ എ ലിറ്റിൽ ഗേൾ പീക്കിംഗ് ഔട്ട് ഓഫ് ദ ബുഷസ്. അപ്പോൾ എന്തോ ഹേ യു എന്നൊരു സൗണ്ട് കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കൊച്ചുകുട്ടി പുല്ലുകളുടെ ഇടയിൽ നിന്ന് നോക്കുന്നു. ആൻഡ് ബിഫോർ ഹീ കുഡ് റിയാക്ട് എ ലിറ്റിൽ ഗേൾ കെയിം ഔട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് സ്റ്റൂഡ് നെക്സ്റ്റ് ടു ഹിം. അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു കൊച്ചു പെൺകുട്ടി അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. ഇസ് ദാറ്റ് ദ വിച്ച് വാൻ ഷീ ആസ്ക്ഡ് എക്സ്റ്റൻലി ആസ് ഷീ സ്റ്റാർട്ടഡ് ടച്ച് ഇറ്റ്. ആ പെങ്കൊച്ച് അവൻ്റെ കയ്യിരിക്കുന്ന ആ വിച്ചിൻ്റെ വാൻഡ് കണ്ടിട്ട് ചോദിച്ചു, ഇതാ വിച്ചിൻ്റെ വാൻഡല്ലേ എന്ന് ചോദിച്ചു അവൾ. വാരി. ടിമ്മി ഡ്രൂ ഹിസ് വാൻഡ് ആൻഡ് പോയിൻറ്റഡ് അറ്റ് ദ ഗേൾ മീനിങ് സെൻസ്ലി. അത് കേട്ട് അവൻ വിച്ചിൻ്റെ വാൻഡ് ആ പെൺകുട്ടിയുടെ നേരെ ചൂണ്ടി. ഹാ ഹാ ഹാ, ഡോണ്ട് ബി റെഡിഷ്യസ്, ഓൺലി മേജേഴ്സ് ക്യാൻ യൂസ് ദം. മേജേഴ്സ് മീൻസ് അതിൻ്റെ ഉടമസ്ഥർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഓഫൺ ടിമ്മി പോയിൻറ്റഡ് ടു എ സ്മാൾ സിംഗേഴ്സ് ആൻഡ് ദ ഗേൾസ് ഫീറ്റ് വിത്ത് എ ക്വിക്ക് ഫ്ലിക്ക് ഓഫ് ഹിസ് ഫിസ്റ്റ് ടേൺഡ് ഇൻ ടു ദ റോപ്പ്. അപ്പോൾ ആണ് ആ പെൺകുട്ടിയുടെ താഴെയില്ല ഒരു പാമ്പ് വന്നത്. അപ്പോൾ ആ പാമ്പിനെ അവൻ ആ സ്റ്റിക്ക് വെച്ച് ആ റോപ്പാക്കി മാറ്റി. Then the girl turned to Timmy with the wide eyes and a smile on her face and said, I think we are going to be very good friends. അപ്പോൾ അത് കണ്ടിട്ട് ആ പെങ്കൊച്ച് ടിമ്മിനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ അടുത്ത കൂട്ടുകാരാവാൻ പോകുന്നതാണ്. എൻഡ് ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഗെയിമിന് തന്നെ സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ അത് കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.